നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപൂർണതയിൽ വിരിയുന്ന ജനനത്തിൻ്റെയും പൂർണ്ണതയിൽ കൊഴിയുന്ന മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു കൊച്ചു വസന്തകാലമാണ് നമ്മുടെയൊക്കെ ജീവിതം. ആ വസന്തകാലത്തിൽ ചിലരൊക്കെ വന്ന് നമുക്ക് പൂക്കാലങ്ങൾ സമ്മാനിച്ചിട്ട് മടങ്ങിപ്പോകാറുണ്ട്. അവർക്കൊക്കെ അർഹതപ്പെട്ട അംഗീകാരം കൊടുത്തിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുമാണ്. പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ട് പോയ പാരഡി ഗാനങ്ങളുടെ കുലപതി, ഹാസ്യ കഥാപ്രസംഗത്തിന് വേറിട്ടൊരു മുഖം നൽകിയ അതുല്യ കലാകാരൻ വി.ഡി. രാജപ്പൻ. നിരവധി ഹാസ്യ കലാകാരന്മാർക്ക് ജീവിതോപാധിയായ ഒരു കല സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. ഈ എപ്പിസോഡ് അദ്ദേഹത്തെക്കുറിച്ചാകാം. മനുഷ്യന്റെ കഥ കേട്ട് മടുത്ത മലയാളികൾക്ക് വേണ്ടിയും എന്റെ നിലനിൽപ്പിന് വേണ്ടിയും എലിയെയും പട്ടിയെയും പൂച്ചയെയും കോഴിയെയും ഒക്കെ ഞാനിങ്ങെടുത്തു. ഇത് പറഞ്ഞത് ഞാനല്ല, പാരഡി ഗാനങ്ങളുടെ തലതൊട്ടപ്പൻ വി.ഡി. രാജപ്പൻ. ഞാനും വി.ഡി. രാജപ്പനും ഒക്കെ കലാരംഗത്തേക്ക് കടന്നു വരുന്നത് ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്. ഞാൻ മിമിക്രിയിലൂടെയും വി.ഡി. രാജപ്പൻ ഹാസ്യകലാ പ്രകടനത്തിലൂടെയും. പിന്നീട് അദ്ദേഹം ഹാസ്യകലാ പ്രകടനത്തിൽ നിന്നും സ്വന്തമായി ഒരു ട്രൂപ്പ് ഉണ്ടാക്കി ഹാസ്യ കഥാപ്രസംഗത്തിലേക്ക് കടന്നു. അന്നൊക്കെ ഒരുപാട് വേദികളിൽ വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കണ്ടുമുട്ടലുകളിലൂടെ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പവും സൗഹൃദവും അന്നേ ഉടലെടുത്തിരുന്നു. ആ ബന്ധം സിനിമാ രംഗത്ത് വന്നപ്പോഴും തുടർന്നിരുന്നു. ലോകത്തെവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ വി.ഡി. രാജപ്പൻ തന്റെ കഥാപ്രസംഗ പരിപാടിയുമായി ഓടിയെത്തിയിട്ടുമുണ്ട്. അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടി തന്റെ പ്രോഗ്രാമുമായി 12ഓളം പ്രാവശ്യമാണ് അവിടേക്ക് പറന്നിറങ്ങിയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ വി.ഡി. രാജപ്പന്റെ ഹാസ്യ കഥാപ്രസംഗവും പാരഡി ഗാനങ്ങളും ഇല്ലാതെ മലയാളികൾക്ക് ഒരു ഓണവും ഉണ്ടായിട്ടില്ല. ഉത്സവപ്പറമ്പുകൾ, പള്ളിപ്പെരുന്നാളുകൾ എന്ന് വേണ്ട മലയാളികളുടെ ഏതൊരു ആഘോഷത്തിലും വി.ഡി. രാജപ്പൻ ഉണ്ടെന്നറിഞ്ഞാൽ അവിടം ജനസമുദ്രമായി മാറും. കരഘോഷങ്ങളും മാർപ്പ് വിളികളും പൊട്ടിച്ചിരികളും കൊണ്ട് അവിടം പ്രകമ്പനം കൊള്ളിക്കുമായിരുന്നു. കാരണം കഥകളിൽ ഉടനീളം കഥാപാത്രങ്ങളായി വരുന്നത് മനുഷ്യരല്ല, കോഴിയും പട്ടിയും പൂച്ചയും എരുമയും കാറുമൊക്കെയാണ് കഥാപാത്രങ്ങളായി വരുന്നത്. ആ കഥാപാത്രങ്ങൾക്ക് മിഴിവേകാൻ, ചിരി ഉണർത്താൻ പാരഡി ഗാനങ്ങളുടെ അകമ്പടിയും ഉണ്ടാകും. ആ കഥാപാത്രങ്ങളെ എല്ലാം ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു. ഇന്നും മില്യൺ കണക്കിന് വ്യൂവേഴ്സാണ് വി.ഡി. രാജപ്പന് യൂട്യൂബിലുള്ളത്. കഥാപ്രസംഗത്തിന്റെ പേരുകൾ പോലും ചിരി ഉണർത്തുന്നതാണ്. ചികയുന്ന സുന്ദരി, പോത്തുപുത്രി, കുമാരി എരുമ, പ്രിയേ നിന്റെ കുര, അവളുടെ പാർട്സുകൾ, അമിട്ട്, അങ്ങനെ തുടങ്ങി 28ഓളം കഥാപ്രസംഗ പരമ്പരകൾ. ആദ്യകാലത്ത് കഥാപ്രസംഗം തുടങ്ങുമ്പോൾ ജനങ്ങളോട് ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. അത് ഒരു ഭക്തിഗാനത്തിന്റെ പാരഡിയിലൂടെയായിരുന്നു. കഥയുടെ തുടക്കവും ചിരിയുടെ തുടക്കവും അവിടെ തുടങ്ങും. കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ, എല്ലു വലിച്ചൂരരുതേ മാളോരേ അയ്യോ എന്ന് തുടങ്ങുന്ന ആ ഗാനം മലയാളികൾക്കെല്ലാം പരിചിതവുമാണ്. ഉത്തമ ഭാര്യ എങ്ങനെ ആയിരിക്കണമെന്നുള്ള മമ്മൂട്ടി ചിത്രത്തിലെ ഒരു ഗാനമുണ്ടല്ലോ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആ പാട്ടിനെ വി.ഡി. രാജപ്പൻ പാരഡിയാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പൂമുഖവാതിൽക്കൽ പുച്ഛിച്ചു നിൽക്കുന്ന പൂതനയാണെൻ്റെ ഭാര്യ, നല്ല മനുഷ്യരെ നാണം കെടുത്തുന്ന താടകയാണെൻ്റെ ഭാര്യ. ഇത്തരം ഗാനങ്ങളൊക്കെ മലയാളികളെ ചില്ലറയല്ല രസിപ്പിച്ചിട്ടുള്ളത്. അത് വി.ഡി. രാജപ്പന് സിനിമയിലേക്ക് കടന്നു വരാനുള്ള വഴിയും എളുപ്പത്തിലാക്കി. ഏതാണ്ട് 35ഓളം ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ കഥാപ്രസംഗത്തിൽ ഉണ്ടായ തിരക്ക് കാരണം സിനിമ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, അഷ്റഫിന്റെ സിനിമയിലെ 2 പാട്ടുകളെ എടുത്ത് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകൾ കേട്ടാൽ എനിക്ക് നശിപ്പിച്ചിട്ടേ സമാധാനമാകൂ എന്നും. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന എന്റെ സിനിമയിലെ തുമ്പപ്പൂക്കാറ്റിൽ താനേ ഊഞ്ഞാലാടി എന്നുള്ള പാട്ടിന്റെ പാരഡി അദ്ദേഹം എന്നെ പാടി കേൾപ്പിച്ചു. അതിങ്ങനെയായിരുന്നു: ഊത്തപ്പം വേണോ പെണ്ണെ, ബോണ്ട വേണോ, ഇട്ടാപ്പൂ ചേട്ടൻ തന്ന പുട്ടു വേണോ, കദളിപ്പഴവും ചേർത്ത് കടല പരിപ്പും ചേർത്ത് നൽകിയിടാം പാൽ പായസം, തിന്നു പെണ്ണെ ആ വേണേ തിന്ന്, ഇടിവാടി പെണ്ണെ ആ വേണ്ടേ വേണ്ട,
അങ്ങനെ ആ പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അടുത്ത പാട്ട് ഏതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതേ ചിത്രത്തിലെ തന്നെ ചിത്ര പാടിയ ഒരു പാട്ടാണെന്ന്. രാഗങ്ങളായി നീ വരൂ എന്നുള്ള ഗാനത്തിന്റെ പാരടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോടതിയിൽ സാക്ഷി താൻ കണ്ട സംഭവം വിവരിക്കുന്നതാണ് സിറ്റുവേഷൻ. 4:15 സമയം 4:15 പരപര തെളുക്കുന്ന നേരം പക്ഷികൾ ചിലയ്ക്കുന്ന സമയം 4:15. അങ്ങനെ അതായിരുന്നു ആ പാട്ടിന്റെ പാരഡി. പുതുതലമുറ പോലും ഏറ്റെടുത്ത എത്ര പാരഡി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു ആ ഹാസ്യ സാമ്രാട്ട്. കത്തിജ്വലിച്ചു നിൽക്കുമ്പോഴും സ്വന്തം ആരോഗ്യകാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. ചിട്ടയായ ജീവിതക്രമങ്ങളൊന്നും തന്നെ അദ്ദേഹം പാലിച്ചിരുന്നുമില്ല. അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നു. കാലക്രമേണ പല അസുഖങ്ങളും അദ്ദേഹത്തെ കീഴടക്കി. വിധിയേൽപ്പിച്ച ആഘാതത്തിൽ പകച്ചു കഴിയുമ്പോഴും പഴയതുപോലെ കലാരംഗത്ത് സജീവമാകുന്ന ഒരു കാലം രാജപ്പൻ സ്വപ്നം കണ്ടിരുന്നു. കിടപ്പിലായ രാജപ്പനെ സിനിമാക്കാർ ആരും തിരിഞ്ഞു നോക്കിയില്ല, സഹായിച്ചില്ല എന്നൊക്കെയുള്ള ആക്ഷേപം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇത് മണത്തറിഞ്ഞ സുരേഷ് ഗോപി അവരെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും 1 ലക്ഷം രൂപ അപ്പോൾ തന്നെ രാജപ്പന് നൽകി ആശ്വാസം പകരുകയും ചെയ്തു. ഇത് മറ്റാരും അറിഞ്ഞതുമില്ല, സുരേഷ് ഗോപി എവിടെയും വെളിപ്പെടുത്തിയിട്ടുമില്ല. പിന്നാലെ നടൻ ജയസൂര്യ തനിക്ക് ലഭിച്ച വനിതാ അവാർഡ് തുകയായ 50,000 രൂപ അവശ്യ കലാകാരനായ VD രാജപ്പന് നൽകുകയാണെന്ന് മീഡിയയിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പരസ്യ പ്രഖ്യാപനം VD രാജപ്പന്റെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാനായില്ല. അവർ ജയസൂര്യ പ്രഖ്യാപിച്ച ആ തുക സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ജയസൂര്യ അവരോട് അപേക്ഷിച്ചു, ഞാനങ്ങനെ എല്ലാവരോടും പറഞ്ഞു പോയി, ദയവായി അത് സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുകയും അപ്രകാരം അവരത് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഈ വിവരം അന്ന് ഞാൻ അറിഞ്ഞത് VD രാജപ്പന്റെ മരണം വരെ കൂടെ ഉണ്ടായിരുന്ന സന്തത സഹചാരിയായ സജയൻ മിത്രങ്കരിയിൽ നിന്നുമാണ്. സുരേഷ് ഗോപി പണം നൽകിയ വിവരം ആരും ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഉയർച്ചയിൽ നമ്മളോടൊപ്പം ആരുണ്ടെന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ കഷ്ടപ്പാടിലും തകർച്ചയിലും നമ്മളോടൊപ്പം ആരുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. അവസാന നാളുകളുടെ അവശതയിലും രാജപ്പൻ തന്റെ പാരഡി ഗാനങ്ങൾ മൂളിക്കൊണ്ടേയിരുന്നു. നമ്മുടെ വേദനകളോർത്ത് സങ്കടപ്പെടുകയും നമ്മുടെ ചെയ്തികളെ വാഴ്ത്തുകയും ചെയ്യുന്ന ആ ദിവസം ഒടുവിൽ വന്നെത്തി. അങ്ങനെ 64-ാമത്തെ വയസ്സിൽ ചിരിയിലൂടെ വെളിച്ചം പകർന്ന ആ ദീപം എന്നേക്കുമായി അണഞ്ഞുപോയി. നിർത്തുന്നു. നന്ദി, നമസ്കാരം.